പെൺകുട്ടിനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഷിംജിതയെ മാത്രം എല്ലാവരും കൂടെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവർ അത്രയും അതിജീവനം ആയതുകൊണ്ടാണ് വെറുതെ ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യന് നമുക്കിടയിലുണ്ട്. എനിക്ക് തോന്നി പെണ്ണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അന്നേരം പോയി കെട്ടണം എന്നൊക്കെ പറയുന്നത് എന്ത് വൃത്തികളാണ്. എനിക്ക് കെട്ടാൻ താല്പര്യമില്ല. എനിക്ക് പക്ഷെ കൊച്ചിനെ വേണം തോന്നി ഞാൻ വേറെ ആരെങ്കിലും കൂടെ പോയി ഉണ്ടാക്കും. അതൊക്കെ എനിക്ക് ഈ വയറ് വലിയ താങ്ങിക്കൊണ്ടാണ്. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കണം. അതിനെ മര്യാദ നോക്കണം. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ വയ്യ. എനിക്കിപ്പോ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. ഈ കൊച്ചിനെ അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് വലിയ എന്താ പറയുക, തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കാനാണ് താല്പര്യം. എനിക്ക് തന്തയില്ലാതെ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്തയില്ലാത്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. തന്തയില്ലാതെ വളരെ നല്ലതാണ്. തന്തയില്ലാമേ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ നല്ല തന്തയെ കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഒരു 2500 ആയിരിക്കും 3 ചട്ടിയും കഴിച്ചതേക്കാം. എന്റെ ജോണി സിൻസിനെ പകരം വരാൻ വേറെ ആർക്കും കഴിയില്ല. ജോണി സിൻസ് അണ്ണൻ വൈബ്രേഷന്റെ പവർ കുറഞ്ഞു. കുറച്ചുകൊണ്ട് ചാർജ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നന്നായി. അങ്ങനെ കഴിച്ച ആൾക്കാർക്ക് വേറെ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവും. അത് ഭർത്താവിനോടോ സ്നേഹമൊന്നും വേണ്ടൊന്നുമല്ല. ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്നി കൂടുതൽ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഒക്കെ വെക്കാം. അത് വേറെ കഴിച്ചപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം എപ്പോഴും ഈ രണ്ടുപേരും തമ്മിൽ എന്തുവാ അത് വലിയ ഇതില്ലല്ലോ. ഞാൻ കണ്ടുള്ള കല്യാണം കഴിച്ചവർക്കല്ല വേറെ റിലേഷൻഷിപ്പ് ഉള്ളൂ. അമ്മയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. അവരുടെ പേഴ്സണൽ കാര്യം ഞാൻ ഇടുന്നത്. അമ്മ പറഞ്ഞ വേറെ വ്യക്തിയാണ്. അവരുടെ പേഴ്സണൽ കാര്യം അവരുടെ റിലേഷൻഷിപ്പ് അവർ കൊണ്ടെങ്കിലും ഇരിക്കുന്നതാണ്. അവർക്കുണ്ടെങ്കിൽ അത്ര നല്ല കാര്യം. അവരുടെ മനസ്സ് സുഖമായിട്ടിരിക്കുന്നു. എനിക്കിപ്പോൾ അവിടെ പ്രശ്നം തന്നെ ഞാൻ അവിടെ പോയി കളിക്കുന്നത്. ഇപ്പം എന്ത് അതിനകത്തൊക്കെ എന്തോ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നത്. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. എനിക്ക് എന്റെ യൂസ്ഡ് സാധനങ്ങൾ ജട്ടി ബ്രാ വൈബ്രേറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ലേലത്തിൽ വിറ്റാൽ തന്നെ എനിക്ക് പൈസ ഉണ്ടാക്കാം. എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇവിടെ കുഞ്ഞു നിൽക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലോ നിനക്ക്. ജട്ടി കാണിക്കുന്നു. ജട്ടി ഞാൻ ഇടാറില്ല. ഇടാത്ത സാധനം ഞാൻ എങ്ങനെ കാണിക്കാനാ? പിള്ളേർക്ക് ഒരു ചെറിയ പ്രായത്തിലൊക്കെ ലൈനൊക്കെ സെറ്റായി 18 വയസ്സ് എന്തിനു മുമ്പുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. 18 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുറെ കളി 18 വയസ്സ് 19 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ പോയി കുറെ അങ്ങോട്ട് ഒരു 3-4 റിലേഷൻഷിപ്പ് ഒക്കെ ആയി ബ്രേക്കപ്പ് ഒക്കെ അങ്ങനെ എല്ലാവരും നിങ്ങൾ ഈ പറയുന്ന കന്യകാത്വവും നഷ്ടപ്പെടും. നിങ്ങൾ ഈ സീൽ പൊട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ നടക്കൂലേ? അതൊന്നും ഇല്ലാതാവുന്ന ഒരു കാലം വരും. അതാണ് അടിപൊളി കാലം. അങ്ങനെ എല്ലാവരുടെയും വെർജിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ലാതും പോയിട്ട് പോകും. അങ്ങനെ കണ്ടമാരോടൊക്കെ പോയി പെണ്ണ് കിട്ടിയാൽ മതി. പെണ്ണ് പോയിട്ട് കിട്ടിയാൽ മതി. അല്ലാതെ ഇപ്പം അവൾ പിന്നെ അവളുടെ ചാരിത്രം കാത്തു സൂക്ഷിച്ച് എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്റെ ബോഡി എന്നൊക്കെ പറഞ്ഞ് അതിന് ഒരാവശ്യമില്ല. ഇനി നിങ്ങൾ പേടിക്കാൻ വേണ്ട. ഇനി നിങ്ങൾ ആര് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കന്യകയായിരിക്കില്ല. ഒരാൾ പോലും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കന്യകയായിരിക്കില്ല. ഈ കന്യകാത്വത്തിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെന്തോ ഈ പെണ്ണുങ്ങളുടെ ഈ കാലിനിടയിലുള്ള ഓട്ടയിലേക്ക് മാത്രം ഈ അവരുടെ വ്യക്തിത്വത്തെ ചുരുക്കുന്നത്. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വെബ്സൈറ്റ് ഏതൊന്നു അങ്ങനെയൊന്നും ഇല്ല മോനെ. ഏതെങ്കിലും കീവേഡ് ഒക്കെ വെച്ച് ഇങ്ങനെ തപ്പും. അപ്പോൾ തപ്പുമ്പോൾ നല്ലത് കിട്ടുവാണെങ്കിൽ ചില സൈറ്റ് ഒന്നും ലോഡ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഏത് സൈറ്റാണ് ലോഡ് ചെയ്തതെന്ന് അതൊക്കെ ഇരുന്ന് കാണും.